ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ള ഒരു ബർത്ത്ഡേ ക്യാപ്പായിട്ടാണ് അല്ലേ. ഇതെന്തിനാണെന്നറിയോ, നമ്മുടെ ക്രിസ്മസ് സീരീസിലെ അവസാനത്തെ ക്രിസ്മസ് ഡെക്കോർ ഐറ്റം ഉണ്ടാക്കി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ബർത്ത്ഡേ ക്യാപ്പാണ്. കഴിഞ്ഞ കൊല്ലത്തെ എൻ്റെ മക്കളുടെ ബർത്ത്ഡേ ക്യാപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ ഞാൻ ഒരു 4 ഹോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ജനലിൻ്റെ ഷേപ്പിൽ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മുകളിലായിട്ട് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അത് ഫെവിക്കോളും വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നത്. ഈസി ആയിട്ട് തന്നെ നമ്മുടെ ബോട്ടിലുമ്പിലൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്ന പോലെ തന്നെ ടിഷ്യൂ പേപ്പർ ഈ ക്യാപ്പുമ്പിലും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് ഇത്തിരി ബബിൾസ് വന്നാലും സ്പേസസ് വന്നാലും ഒന്നും പ്രശ്നമില്ല. കാരണം നമുക്കിതൊരു മരത്തിൻ്റെ പോലെയുള്ളൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുന്നത് കേട്ടോ. റഫായിട്ട് നമുക്ക് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ ചെയ്യുന്നത് വാൾപുട്ടി ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ചെറിയൊരു വീടിൻ്റെ ഷേപ്പായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. അത് പുട്ടി നൈഫ് വെച്ച് തന്നെയാണ് ഞാൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ചെറുതായിട്ട് ആ ജനലിൻ്റെ താഴെ തൊട്ട് ഒരു വീടിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാനിങ്ങനെ ചെറിയ സ്ട്രൈപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മരത്തിൻ്റെയൊക്കെ ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടി. ഇനി ഇത് ഡ്രൈ ആയ ശേഷം നമുക്കത് പെയിൻറ്റ് ചെയ്ത് തുടങ്ങാം. ഞാൻ ഇവിടെ ആദ്യം ബ്ലാക്ക് പെയിൻറ്റാണ് എടുക്കുന്നത്. ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റാണ്. അത് ഫാൻ ബ്രഷ് വെച്ചിട്ട് ഞാനിങ്ങനെ അടിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. കണ്ടോ, ഫാൻ ബ്രഷ് വെച്ച് നമുക്കിതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡും കൂടെ ഇതിൽ അടിച്ചു കൊടുക്കാം. ഏകദേശം നമുക്ക് അടിച്ചു കൊടുക്കുമ്പോൾ അറിയുമല്ലോ, നമുക്കൊരു മരത്തിൻ്റേതായൊരു ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡാർക്ക് ഷെയ്ഡൊക്കെ അടിച്ചു കൊടുക്കുന്നത്. ഡാർക്ക് ഗ്രീൻ കളറും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്ത് ഞാൻ കവർ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. കണ്ടോ, ഇനി ഇവിടെ ആയിട്ട് നമ്മൾ ഗ്രീൻ കളറും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇടയിൽ ഗ്യാപ്പ് ഉള്ളത് നല്ലതാണ്, ഒരു സ്നോയി ഇഫക്റ്റൊക്കെ ഫീൽ ചെയ്യും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ആ വീടിന് ബ്രൗണും ഡാർക്ക് ഗ്രീനും കൂടെ ഇടയിൽ ഇങ്ങനെ ചേർത്ത് നമുക്കിങ്ങനെ അടിച്ചു കൊടുക്കാം. അപ്പോൾ ആ ഒരു വീട് ഇങ്ങനെ ശരിക്കും നല്ലൊരു ബ്രൗൺ കളർ മരത്തിൻ്റെ തടി കൊണ്ട് ഉണ്ടാക്കിയ പോലെ ഒരു ഫീലിംഗ് വരും നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് മുകളിൽ സ്നോ ഇങ്ങനെ ഒഴുകി വരുന്ന പോലെ ആകാൻ വേണ്ടിയിട്ടാണ്, ഡ്രോപ്സ് ഒഴുകുന്ന പോലെ ആവാൻ വേണ്ടിയിട്ട് ഞാനൊരു കോണിനകത്ത് നമ്മുടെ വോൾപുട്ടി നിറച്ചിട്ട് അതിങ്ങനെ കോണ് പോലെ ഇങ്ങനെ പിടിച്ച് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, ഇനി നമുക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് അതിനൊരു മേൽക്കൂര, വീടിനൊരു മേൽക്കൂര സെറ്റ് ചെയ്തെടുക്കാം. അത് ഞാൻ കോട്ടൺ വെച്ചിട്ടാണ് മേൽക്കൂര സെറ്റ് ചെയ്യുന്നത്, നമ്മുടെ സാധാരണ പഞ്ഞി കേട്ടോ. നല്ല ഭംഗിയായിട്ട് നമുക്ക് കോട്ടൺ വെച്ച് ഒരു വീട് പോലെ ആക്കി എടുക്കാം. ഇനി ഞാൻ നമ്മുടെ കയ്യിലുള്ള അത്യാവശ്യം കുറച്ച് ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസ് വെച്ചിട്ട് ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ഭംഗിയാക്കി എടുക്കാൻ പോകണം. അതിനാദ്യം ഞാൻ അവിടെ ഒരു 3 പോംപോം വെച്ച് കൊടുത്തിട്ടുണ്ട്. റെഡ് കളർ പോംപോമാണ് വെക്കുന്നത്. പിന്നെ ഇതാ കഴിഞ്ഞ പോലത്തെ ട്രീയുടെ മുകളിൽ വെച്ചിരുന്നൊരു ഡെക്കറേഷനാണ്. അതിൻ്റെ നൂലൊക്കെ പൊട്ടിപ്പോയി. അപ്പോൾ ഞാൻ അതിവിടെ വെച്ച് സെറ്റ് ചെയ്യുകയാണ്. നമുക്കതിങ്ങനെ താഴ്വശത്തായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതൊരു പൈൻ ഫ്ലവറാണ്. ഇതൊക്കെ ഞാൻ ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ കഴിഞ്ഞ കൊല്ലം മേടിച്ചതാണ്. ഇതിൻ്റെയൊക്കെ നൂലൊക്കെ പൊട്ടിപ്പോയി കിടന്നിരുന്നതാണ്. അതൊക്കെ നമുക്ക് ഇവിടെ എടുത്ത് വെച്ചിട്ട് ഭംഗിയായിട്ട് ഇത് അലങ്കരിച്ചെടുക്കാം കേട്ടോ. കണ്ടോ, ഇതുപോലെ നമുക്കിങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഇനി എൻ്റെ കയ്യിൽ ഒരു കുഞ്ഞ് ഫ്ലവർ ഉണ്ട്. അത് ഡ്രസ്സിൽ എവിടുന്നോ കിട്ടിയതാണ്. റെഡ് കളർ ആയിരുന്നതുകൊണ്ട് ഞാനിങ്ങനെ കാണാൻ ഭംഗിയുള്ളതുകൊണ്ട് എടുത്തു വെച്ചിരുന്നതാണ് കേട്ടോ. ഇത് നമുക്കിത് അവിടെ ഇങ്ങനെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. കണ്ടോ, ഭംഗിയായിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ഐറ്റം ഒരു സർപ്രൈസിങ് ഐറ്റമാണ് കേട്ടോ. എന്താണെന്നറിയാമോ, ഇത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന സീതാരങ്ങ അല്ലെങ്കിൽ സീതാപ്പഴം എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടില്ലേ, അത് ഡ്രൈ ആയി വീണതായിരുന്നു. അപ്പോൾ ഞാനിതിങ്ങനെ കിട്ടിയപ്പം ഗോൾഡൻ സ്പ്രേ പെയിൻറ്റ് അടിച്ചെടുത്ത് വെച്ചതാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഗിഫ്റ്റ് ബോക്സസ് പോലെയൊക്കെ ഉണ്ടാക്കി നമുക്കിങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഞാൻ അതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു റെയിൻഡിയറിന് ഒരു പീസ് എവിടുന്ന് പൊട്ടി വീണതാണ്. അത് ഞാൻ അതിൻ്റെ മുകളിലേക്ക് കൂടെ വെച്ച് സെറ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ഡെക്കോർ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്കൊരു ലാമ്പ് കത്തിച്ച് വെച്ചാലോ അല്ലെങ്കിൽ ബൾബ് ഇട്ട് വെച്ചാലോ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഞാൻ ഇതിനകത്തൊരു കുഞ്ഞു മെഴുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം നോക്കിയത് കാണാൻ നല്ല ഭംഗിയായിട്ടില്ലേ.
നമ്മുടെ ആ സീതാരങ്ങയൊക്കെ നോക്കി നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട്. ഗോൾഡൻ കളറൊക്കെ അടിച്ചപ്പോൾ നല്ല ചന്തമായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് നല്ല ഡ്രൈ ആയിട്ട് ബ്ലാക്ക് കളറായി വീണതായിരുന്നു. അതിനെ ഞാൻ സ്പ്രേ പെയിൻറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്മസ് സീരീസിലെ ലാസ്റ്റ് ക്രിസ്മസ് ഡെക്കോറാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടിപൊളിയായിട്ട് ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷിക്കാം. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഭംഗിയായിട്ട് നമുക്ക് ഇങ്ങനെ ഓരോ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്ത് എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ ക്രിസ്മസ് ആഘോഷിക്കാം. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. സ്റ്റേ സേഫ് ആൻഡ് ബൈ.